സോ കീം 2024 +2 മാർക്ക് ഇഷ്യൂ. സോ കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞുതരാം. സ്റ്റേറ്റിനാണോ ബെനിഫിറ്റ്, സി ബി സിക്കാണോ ബെനിഫിറ്റ്, റിപ്പീറ്റേഴ്സ് നഷ്ടമാണോ, അങ്ങനെ പലരും ചോദിക്കുന്നത്. സോ കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞുതരാം. സോ 2023 വരെ ആദ്യം നമുക്ക് +2 മാർക്കിൻ്റെ കേസ് പറയാം. 2023 വരെ നിങ്ങളുടെ കീമിൻ്റെ 50% മാർക്ക് എടുക്കും. അതേപോലെ 50% നിങ്ങളുടെ +2ൻ്റെ മാർക്കാണ് എടുക്കാറ്. ഇങ്ങനെയാണ് നിങ്ങളുടെ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ടോട്ടൽ റാങ്ക് കാൽക്കുലേഷൻ ഉണ്ടാക്കാറ്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് 50% +2 മാർക്കിൻ്റെ കാര്യം പറയാം. അതാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ. +2 മാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ +2ലെ ഫിസിക്സ് പ്ലസ് കെമിസ്ട്രി പ്ലസ് മാത്സ് ഇത് മൂന്നും കൂടി ആഡ് ചെയ്യും. ഈ മാർക്ക് മൂന്നും ആഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ 50% മാർക്ക് കീമിന് എടുക്കാറ്. ഓക്കെ, 50% നിങ്ങളുടെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് CBSE ആയിക്കോട്ടെ, ICSE ആയിക്കോട്ടെ, സ്റ്റേറ്റ് ആയിക്കോട്ടെ, ഈ 3 സിലബസിന് ഫിസിക്സ് കെമിസ്ട്രി മാത്സിൻ്റെ മാർക്കാണ് 50% നിങ്ങളുടെ കീം റാങ്ക് കാൽക്കുലേഷൻ ഉപയോഗിക്കാറ് അൺടിൽ 2023. ഓക്കെ, ഇതാണ് നിങ്ങളുടെ +2 മാർക്കിൻ്റെ സൈഡ്. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മാർക്ക് കുറയ്ക്കുമോ അല്ലെങ്കിൽ മാർക്ക് കൂട്ടുമോ. അതായത് നമ്മുടെ സ്റ്റാൻഡർഡൈസേഷൻ, SD എന്ന് ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡർഡൈസേഷൻ. ഞാൻ SD എന്ന് വെറുതെ ഷോർട്ടായിട്ട് വിളിക്കുകയാണ്, ശരിക്കും സ്റ്റാൻഡർഡൈസേഷനാണ് പറയാറ്. അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നത്. സോ 50% കീമിൻ്റെ മാർക്ക് കൊടുക്കും, 50% നിങ്ങളുടെ +2ൻ്റെ മാർക്ക് കൊടുക്കും. അപ്പോൾ +2ൻ്റെ മാർക്കിന് ഐഡിയ. സോ ഇനി സ്റ്റാൻഡർഡൈസേഷനും കീമിൻ്റെ മാർക്കും കൂടി പറയാൻ പോവുകയാണ്. കീമിൻ്റെ മാർക്ക് കാൽക്കുലേഷൻ പറയാം. സോ അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ആയിട്ടുള്ള കോളേജ് ദോസ്തിൻ്റെ കമൻറ്റ് ബോക്സ് കൊടുത്ത ലിങ്കോ, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കോ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കോളേജ് ദോസ്തിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ബോട്ടിൽ എത്താൻ പറ്റും. ഇവിടെ കീം 2024 നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ്, ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, അതേപോലെ തന്നെ കീമിന് ഇനി വരാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് മൊത്തം ഈ വാട്സപ്പ് ബോട്ട് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കമൻറ്റ് ബോക്സ് കൊടുത്ത ലിങ്കോ, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കോ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇതിൽ കാര്യങ്ങൾ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഇത് കിട്ടും. ഇതിൽ യഥാർത്ഥ പേരോ കാര്യങ്ങളൊന്നും അടിക്കേണ്ട, എന്തെങ്കിലുമൊക്കെ അടിച്ചു വെച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമായിട്ട് കിട്ടും. സോ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എൻറോൾ ചെയ്യാം. അപ്പോൾ +2 മാർക്കിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. ഇനിയാണ് സ്റ്റാൻഡർഡൈസേഷൻ, SD എന്ന് ഞാൻ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇനി വരില്ല. സ്റ്റാൻഡർഡൈസേഷൻ ഞാൻ എല്ലാം പറയാനുള്ള ഈ 2024 ചേഞ്ചസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ 2023 വരെയുള്ള കഥയാണ് പറയുന്നത്. ആദ്യം തന്നെ ഈ സ്റ്റാൻഡർഡൈസേഷൻ ഒരാൾക്കും ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു റൂളല്ല, ആർക്കും ബെനിഫിറ്റ് ഉണ്ടാക്കിയ റൂളും അല്ല. എല്ലാവരും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യാനാണ്. ഞാനിപ്പം കേസ് പറയാം. CBSE ഉണ്ട്, ICSE ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റേറ്റ് സിലബസുകാരുണ്ട്. ഇതിൽ നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാവർക്കും എക്സാം ടഫൊക്കെ ഉണ്ടാവാറുണ്ട് +2. പക്ഷേ നമ്മൾ പൊതുവേ വിചാരിക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് സിലബസ് കമ്പയർ ടു CBSE പറയുകയാണെങ്കിൽ CBSE ആണ് ടഫ് വരുന്നത്. CBSEനേക്കാളും എന്താണ് ടഫാണ് ICSE. അങ്ങനെയാണ് വരാറ് സ്റ്റേറ്റ് സിലബസ്. ഞാനൊരു CBSE സ്റ്റുഡൻറ്റും കൂടി ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ് സിലബസ് ഈസി ആണെന്നല്ല ഞാൻ പറയുന്നത്. സ്റ്റേറ്റിൻ്റെ ആ ഒരു ഇത് വെച്ച് CBSE കമ്പയർ ചെയ്യുമ്പോൾ CBSE കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ്. ICSE എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ഡിഫിക്കൽട്ട്. അപ്പോൾ അങ്ങനെയാണ് ഒരു പ്രൊസീജിയർ വരുന്നത്. എന്ന് വെച്ചിട്ട് സ്റ്റേറ്റുകാർക്ക് മാർക്ക് കുറയ്ക്കുന്നല്ല ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ CBSE ICSE സ്റ്റേറ്റിന് ഇതിനെ മൂന്നിനെയും ഒരുമിച്ചിട്ട് ഏകദേശം ഒരു ആവറേജ്, ഒരു ഗ്ലോബൽ മീനും അതിൻ്റെ മീൻ ഡീവിയേഷനും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ഗ്ലോബലായിട്ട് ഒരു ആവറേജ് വാല്യൂ ആണ് ഈ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ. ചില നിങ്ങളെ 3 പേരെയും മാർക്ക് സിലബസ് ഡിഫറൻ്റ് ആയതുകൊണ്ട് നിങ്ങളുടെ മാർക്കിനെ ഒരു ആവറേജിലോട്ട് കൊണ്ടുവരാനാണ് കൂടുതലും ഇത് നോക്കുന്നത്. അതാണ് ഈ സ്റ്റാൻഡർഡൈസേഷൻ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ CBSE, ICSE അതേപോലെ സ്റ്റേറ്റ്, ഇവർക്ക് 3 പേർക്കും ഓരോ സ്റ്റാൻഡർഡൈസേഷൻ വിലയ്ക്ക് CBSEക്കാർക്ക് ആ വർഷത്തെ +2 ബാച്ച്, ഇപ്പം നിങ്ങൾ 2022-24 +2 എഴുതി കഴിഞ്ഞാൽ ഈ വർഷത്തെ എല്ലാ സ്റ്റുഡൻസിനും മാർക്ക് എടുക്കും. അതിൻ്റെ അകത്തുനിന്നൊരു പ്രത്യേക തരം ഫോർമുല വെച്ച് നമുക്കൊന്നും അത് ചെയ്യാൻ പറ്റില്ല. കാരണം അത് കമ്പ്യൂട്ടർ വെച്ചിട്ട് നിങ്ങളുടെ +2 മാർക്ക് എൻ്റർ ചെയ്തതിന് ശേഷം അതിൻ്റെ ആവറേജ് ഒരു പ്രത്യേക ഫോർമുല എല്ലാ എക്സാം ചെയ്ത് എല്ലാ സ്റ്റുഡൻസിൻ്റെയും +2 മാർക്കും കാര്യങ്ങളും എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നൊരു വാല്യൂ ആണ് SD. അതൊരു വാല്യൂ ആണ്. അപ്പോൾ അത് എത്ര വരുന്നു നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്പർ ഓഫ് സ്റ്റുഡൻസും എത്ര പേര് എഴുതി, ഡിഫിക്കൽറ്റി ഓഫ് എക്സാമിൻ്റെ CBSE എക്സാമിൻ്റെ എല്ലാം നോക്കിയിട്ട് എടുക്കുക. അതുപോലെ ICSEക്കും ഒരു വേറെ വാല്യൂ ആയിരിക്കും, CBSE ICSE വേറെ വാല്യൂടെ, സ്റ്റേറ്റിനും വേറെ വാല്യൂ ആയിരിക്കും. ഒക്കെ സെയിം പ്രൊസീജിയറാണ്. എല്ലാ സ്റ്റുഡൻസിനും മാർക്ക് എടുക്കും, അതിലൊരു മീനും കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു ഫോർമുലയിൽ ഇട്ടിട്ട് കമ്പ്യൂട്ടർ വഴി ജനറേറ്റ് എടുക്കുന്ന കൃത്യമായിട്ടൊരു വാല്യൂ ആണ് ഈ സ്റ്റാൻഡർഡൈസേഷൻ. CBSEക്കും ICSEക്കും സ്റ്റേറ്റും ഈ ഒരു വാല്യൂ ആണ്. അല്ലാതെ അതിപ്പോൾ റിപ്പീറ്റേഴ്സിൻ്റെ കേസ് ഞാൻ പറയും. റിപ്പീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, 2024 +2 കഴിഞ്ഞാൽ നിങ്ങൾ 2024 സ്റ്റാൻഡർഡൈസേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഇനി എത്ര വർഷം നിങ്ങൾ കീം എഴുതിയിട്ടുണ്ടാവുക. ഫോർ എക്സാമ്പിൾ 2022 ഞാൻ പാസ് ഔട്ടായത് +2. ഓക്കെ, എനിക്ക് ഈ സ്റ്റാൻഡർഡൈസേഷൻ ഈ വർഷത്തെ കുട്ടികളത് എടുക്കുക വെച്ചാൽ എടുക്കില്ല. 2024 കീം എഴുതിയെന്ന് വെച്ചിട്ട് ഒരു വ്യത്യാസം വരില്ല. കാരണം നിങ്ങളുടെ സ്റ്റാൻഡർഡൈസേഷൻ 2022, കാരണം നിങ്ങൾ ആ വർഷമാണ് +2 എഴുതിയത്. ആ ഒരു വർഷത്തെ പേപ്പറിലെ ടഫ്നെസ്സും ആ വർഷത്തെ ആവറേജ് വാല്യൂ അവരുടെ കയ്യിലുണ്ടാവും. ആ വാല്യൂ വെച്ചിട്ടാണ് നിങ്ങളുടെ മാർക്ക് അവർ എടുക്കുക. അത് മനസ്സിലായല്ലോ. അപ്പോൾ +2 മാർക്കിൻ്റെ സ്റ്റാൻഡർഡൈസേഷൻ വാല്യൂ ഒന്നുകൂടി പറയാം. നിങ്ങളുടെ ഈ സ്റ്റാൻഡർഡൈസേഷൻ വാല്യൂ നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങൾ എന്താണ്? സ്റ്റാൻഡർഡൈസേഷൻ വാല്യൂ മനസ്സിലാക്കേണ്ടത്, സ്റ്റാൻഡർഡൈസേഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ആ ഇയറിന് ഡിപ്പെൻഡ്
ഡിപ്പെൻഡ് ചെയ്യും. ഏത് ഇയറിലാണോ നിങ്ങൾ +2 എക്സാം എഴുതിയത് അതിനാണ് ഡിപ്പെൻഡ് ചെയ്യുക. റിപ്പീറ്റേഴ്സ് അല്ലെങ്കിൽ ഏത് ആൾക്കാരായാലും. അല്ലാതെ ആ വാല്യൂയിൽ ഒരു മാറ്റം വരാൻ പോകുന്നില്ല. പിന്നെ അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ അത് CBSE, സ്റ്റേറ്റ്, ICSE, CBSEക്ക് ഇവർക്ക് 3 പേർക്കും അത് ഡിഫറൻ്റ് ആണ്. ഓക്കെ, ഇതാണ് ഈ SD എന്ന് പറഞ്ഞ ഈ സ്റ്റാൻഡർഡൈസേഷൻ. അല്ലാതെ ഇത് മാർക്ക് കുറയ്ക്കുന്ന പരിപാടിയല്ല, ഇതൊരു ആവറേജ് വാല്യൂ ആണ്. അപ്പം ഇതിൽ ചിലപ്പോൾ അവരൊരു മാർക്ക് ഇടും, ചിലപ്പോൾ മാർക്ക് കുറയാൻ കൂടാമൊക്കെ ഉണ്ട്. അത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അത് വളരെ എല്ലാവരും ഈക്വലായിട്ട് കൊണ്ടുവരാൻ വേണ്ടി കണ്ടുപിടിച്ച റൂളാണ്. ഓക്കെ, അതായത് നിങ്ങളുടെ +2 മാർക്ക് സ്റ്റേറ്റ് ആയിക്കോട്ടെ CBSE അതിൻ്റെ അകത്ത് നിന്ന് ഇപ്പോൾ സ്റ്റേറ്റ് ആണെങ്കിൽ CBSE ആണ് അതിലെല്ലാവരും +2ൻ്റെ മാർക്കിൽ നിന്നും ഒരു സ്റ്റാൻഡർഡൈസേഷൻ വാല്യൂ കുറയ്ക്കും SD. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ +2 മാർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 280 ആണ്, 300 ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ മൈനസ് ഇപ്പോൾ നിങ്ങളുടെ CBSEക്കാർക്ക് ഇപ്പോൾ 10 വാല്യൂ ആയിരിക്കും, അപ്പോൾ ഒരു 10 കുറയ്ക്കും. അപ്പോൾ 270 ആയിരിക്കും നിങ്ങളുടെ മാർക്ക് വരിക. ഓക്കെ, 10 മാർക്ക്. ഇപ്പോൾ സ്റ്റേറ്റുകാരാണെങ്കിൽ ചിലപ്പോൾ 15, 10 കുറയ്ക്കാം, 5 കുറയ്ക്കാം. അങ്ങനെ ആ വാല്യൂ ഏതാണോ ആ വാല്യൂ അനുസരിച്ച് കുറയ്ക്കും. അങ്ങനെയാണ് നിങ്ങളുടെ +2 മാർക്ക് നിങ്ങളുടെ കീമിന് എടുക്കുക. ബാക്കി കീമിൻ്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷമൊക്കെ എന്ന് വെച്ചാൽ 960 ടോട്ടൽ മാർക്ക്. അതിനെ 300 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 300 ഇങ്ങനെയാണ് കീമിൻ്റെ 600 മാർക്ക് വെച്ച് നിങ്ങളുടെ റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യാറ്. അപ്പോൾ ഈ വർഷം ഇത് 2023 വരെയുള്ള കഥ ഞാൻ പറഞ്ഞിട്ടില്ല. ഈ വർഷം ഈ ചേഞ്ചസ് വരുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. +2 മാർക്ക് എടുക്കില്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഈ അക്കോർഡിംഗ് ടു ലാസ്റ്റ് ഇയർ പാറ്റേൺ ആണെങ്കിൽ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യാമെന്നായിരിക്കുന്നു. അപ്പം ഇതാണ് സ്റ്റാൻഡർഡൈസേഷൻ. അല്ലാതെ ആർക്കും ബെനിഫിറ്റ് ഉണ്ടാക്കാനോ റിപ്പീറ്റേഴ്സിൻ്റെ മാർക്ക് പിടിച്ചെടുക്കാനോ ഒന്നിനും വേണ്ടിയിട്ടില്ല. അത് കൃത്യമായൊരു പ്രൊസീജിയർ പോകുന്നൊരു സംഭവമാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൈലി യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു ഈ വീഡിയോ. ഇതേപോലെ എന്ത് ഡൗട്ടിനും നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. കംപ്ലീറ്റ് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, നോട്ട് ഫോർ മീ.